ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എന്താണ് കണ്ടത്? ജീവിതം മടുത്തിരുന്ന താരം രാത്രി തന്റെ എക്സ്ക്ലൂസീവ് പാക്കേജിൽ തുണിയുരിഞ്ഞ് ബഹിഷ്കരിക്കുന്ന സീനുകളാണ് കാണാൻ സാധിച്ചത്. ഞാനൊരു വലിയ സംഭവം അല്ലേ, കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയുമധികം മൃഗീയമായ ചില ചിത്രങ്ങളും സ്റ്റോറികളുമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. ചില സ്റ്റോറികൾ ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണ്? Good morning. Have a nice day. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന്റെ സമനില ഇന്നലെ രാത്രിയിൽ തെറ്റിയിരിക്കുന്നു. സമനില തെറ്റിയ ഒരവസരത്തിൽ കൂടുതൽ തുണി ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോത്തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ഇവ ഇങ്ങനെ ചെയ്യുമോ? തള്ളിപ്പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിച്ചുവിന്റെ സുധിച്ചേട്ടന്റെ വാവൂട്ടനായിരുന്ന കിച്ചുവിന്റെ അമ്മയായി മാറുന്നു. രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? അതേ രാത്രിയിൽ ഡാൻസ് ബാറിലെ ഡാൻസിന് ശേഷം റൂമിലെത്തുന്ന താരം പഴയ സിനിമാ താരം രേഷ്മിയെ പോലെ തുണി ബഹിഷ്കരിക്കുന്ന മറ്റൊരു രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ല. അതേ പ്രമുഖ താരത്തിന് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ബാധിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഒരു താരത്തിനും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പാടില്ല. മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാം തീയതി താരം മടങ്ങി വരുന്നു എന്നാണ്. രണ്ടാം തീയതി താരം മടങ്ങി വരുമ്പോൾ ഏറെ ഞെട്ടലുളവാക്കുന്ന ചില സംഭവങ്ങൾ തന്നെയാവാം ഒരുപക്ഷെ കാണാൻ സാധിക്കുക. നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല, ഞാൻ പോവാണ്. എങ്ങനെയാണ് ഈ വിഷയത്തെ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ താരത്തിന് ഇത്തരത്തിലുള്ളൊരു സ്വഭാവ വൈകല്യം ഉണ്ടോ? അതായത് താരം ഇങ്ങനെ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് താരത്തിന്റെ ഒരു സ്വഭാവ വൈകല്യമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എന്റെ മോളെ ക്യാരക്ടർ ഇത്ര മോശമായി പോയോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്?